ജാതി മതം നോക്കില്ലേ, ബുദ്ധനെ വെക്കുന്നവര് ക്രിസ്ത്യനും വെക്കും, എല്ലാവരും വെക്കും. അവിടെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ വെള്ളത്തിന്റെ ശബ്ദമാണ്. ഇതാണ് ചേട്ടാ നമ്മുടെ ഫിഷ് ടാങ്കിന് പറ്റ ബാക്കിലത്തെ. അത് നല്ല ഭംഗിയുണ്ട്. പണിയിൽ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും, നമുക്ക് ഇന്റീരിയറൊക്കെ സൂപ്പറാക്കാൻ പറ്റും. ഇതുപോലത്തെ കാര്യങ്ങൾ കുറച്ചുണ്ട്. ഇവിടെ നമസ്കാരം. നമ്മൾ തൃശ്ശൂര് മുണ്ടുപാലത്തിന് ശക്തനിലേക്ക് പോണ റോഡിന്റെ അവിടെ നിൽക്കാനട്ടാ. അപ്പൊ നമ്മൾ കുറെ വീഡിയോകളിലായിട്ട് നമ്മള് ശാന്തനെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് വീടിന്റെ റിനോവേഷൻ ചെയ്തപ്പോ നമ്മള് വാതിലൊക്കെ വാങ്ങിച്ചത് ഓർമ്മയുണ്ടാവും കുറെ പേർക്ക്. നമ്മൾ ശാന്തേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങോട്ട് ഡോർ വാങ്ങിക്കാൻ വരുമ്പോഴാണ്. നമ്മളുടെ വീട് പണി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട് ഡോർ സ്റ്റീലാക്കിയല്ലോ. അപ്പോൾ എന്നിട്ട് ബാത്റൂമിന്റെ ഡോറുകളും നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് ശാന്തേട്ടനെ പരിചയപ്പെട്ടത്. നമ്മൾ എന്നിട്ട് ആ വീഡിയോ ഇട്ടപ്പോൾ ശാന്തേട്ടന് കുറെ എൻക്വയറീസും ആ വീഡിയോ കണ്ടിട്ട് ആളുകളൊക്കെ വന്ന് അങ്ങനെ ആളുകൾക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമായി. നമ്മളെ പിന്നെ ആ കോണ്ടാക്ട് ആള് പിന്നെ കളഞ്ഞില്ല. വിളിക്കും. ഞങ്ങള് പിന്നെ ചാലിശ്ശേരി പൂരത്തിന് പോയി മീനൊക്കെ മറ്റേ മീൻ കച്ചവടക്കാർക്ക് ആൾക്കും നമ്മളെ പോലെ തന്നെ കൃഷി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറെ കാര്യങ്ങളിൽ സാമ്യമുണ്ട്. അപ്പൊ അങ്ങനെ ആളെപ്പോഴും വിളിക്കും. ബട്ടർ ഫ്രൂട്ട് ഉണ്ടായപ്പോ അത് കാണിച്ചു തരാൻ ഫ്രൂട്ട് ഉണ്ടായി. അപ്പൊ ആള് കാരണം കൊണ്ടാണ് നമ്മള് അബിയൊക്കെ കഴിക്കാൻ പറ്റിയത് നമുക്ക്. അതന്നെ. പിന്നെ ശാന്തന്റെ വീട്ടിൽ പോയിട്ട് ഒരു തോട്ടി വെച്ചിട്ട് ഒരു സാധനം അപ്പൊ അങ്ങനെ. അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മള് ഇപ്പൊ ഇവിടെ ഈ മുണ്ടുപാലത്തിന്റെ അവിടെയുള്ള ആളുടെ ജയൻ ഡോർ ഹൗസ് പറഞ്ഞിട്ടുള്ള ഈ സ്ഥാപനത്തിലാണ് നമ്മൾ നിൽക്കണേട്ടാ. അപ്പോൾ ഇവിടെ ഡോറുകളും എല്ലാതും ഉണ്ട്. പക്ഷേ ആള് പുതുതായിട്ട് ഒരു സാധനം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്റീരിയർ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് നമുക്ക് തന്നെ ചെയ്യാം. നമ്മുടെ ഇന്റീരിയർ ഒരു വീട് ഇപ്പോൾ ഒരു പഴയ ലുക്കുള്ള ഒരു വീടിനെ നമുക്ക് തന്നെ കുറച്ച് കാശൊക്കെ ചിലവഴിച്ച് സിമ്പിളായിട്ട് വലിയ പൈസ ചിലവൊന്നുമില്ലാണ്ട് നമുക്ക് തന്നെ ഭംഗിയാക്കാൻ പറ്റും. അതിന് പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അത് കാണാനും അതിന് പറ്റിയത് വല്ലതും നമ്മുടെ വീട്ടിലേക്ക് പറ്റിയതുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കും. അപ്പം അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാനും അത് പരിചയപ്പെടുത്താനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് കേട്ടാ. അപ്പം നമുക്ക് ഈ ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം അല്ലേ? ഈ ബുദ്ധൻ ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഗോൾഡൻ ബുദ്ധ എന്ന് പറയാം. ഭയങ്കര ഫേമസ് ആണ്. ഗോൾഡൻ ബുദ്ധ ഗോൾഡൻ ബുദ്ധയുടെ പ്രത്യേകത എന്താ? ഇത് അതായത് സാധാരണ ഇത് ഫൈബർ ആണത്. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് വീണ് കഴിഞ്ഞാൽ പൊട്ടില്ല. അത് പൊട്ടിപ്പോകുന്ന നശിച്ചു പോവില്ല. കേട് വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇതിന്റെ ബുദ്ധയുടെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം വരണണ്ടല്ലേ എപ്പോഴും ഇങ്ങനെ. ചെറിയൊരു മോട്ടറാണ് അതിൻ്റെ ഉള്ളിൽ, സിമ്പിളാണ്. പിന്നെ ഈ ബുദ്ധയ്ക്ക് എപ്പോഴും ഒരു മെഡിറ്റേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ഭയങ്കര എനർജിയാണ്. ഈ സാധനം വെക്കുന്നത് എനിക്ക് വിശ്വാസമൊന്നുമില്ല, എന്തിനും ഞാൻ പറയാം. അത് എന്തൊക്കെയോ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വാങ്ങിക്കൊണ്ടാണ്. അപ്പൊ നല്ലപോലെ പോകുന്നുണ്ട്. ഇഷ്ടം പോലെ പീസ് പോയിപ്പോ ആൾക്കാർ വരുന്നുണ്ട്. പറഞ്ഞു തുടങ്ങിയപ്പോഴേ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. വലിയ മാളുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ വലുതുണ്ട്, ഇതിന്റെ വലുത് മുകളിലേക്കുണ്ട്. അതൊക്കെ മാളുകളിലേക്ക് പോവാ സാധാരണയായിട്ട്. ഇത് ചെറുതുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് വെക്കാൻ പറ്റാവുന്ന ചെറുത്. ഇതൊരു 11 രൂപ താഴെ വരുന്നുള്ളൂ ഇതിന്. ഇത് ഭയങ്കര റേറ്റ്, മാർക്കറ്റിൽ ഭയങ്കര റേറ്റുള്ള സാധനമാണ്. കാരണം ഇത് അത്രയും അതിന്റെ സ്റ്റാൻഡ് അടക്കം വരണുണ്ട്. ഭയങ്കര രസം കാണാനായിട്ട്. സ്റ്റാൻഡ് അടക്കം മൊത്തം 11,000 രൂപ താഴെ വരുന്നുള്ളൂ ഈ സാധനം. അപ്പൊ ഇതൊരെണ്ണം കൊണ്ടുവന്ന് ഹാളിൽ വെച്ചാൽ, സ്ഥല സൗകര്യമുള്ള ഹാളിൽ വെച്ചാൽ ഹാളിന്റെ ലുക്ക് മാറി. ഇതുപോലെ കുറച്ച് വെള്ളം വീണ ഒരു സൗണ്ട് തന്നെ നമുക്ക് നല്ലൊരു മെഡിറ്റേഷൻ. അതാണ് വെള്ളം വീണെന്നുള്ള കാര്യത്തിൽ ഭയങ്കര നിർബന്ധ കാര്യത്തില് മെഡിറ്റേഷനായിട്ട് ബന്ധപ്പെട്ട സംഗതിയാന്ന് പറയണ കേൾക്കണം. എനിക്ക് അനുഭവമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞു മാത്രം. ആൾക്കാർ വന്നിട്ട് വരുന്നത് വെള്ളം വീണ ബുദ്ധ ഉണ്ടോന്ന് വെച്ചിട്ടാ വരണേ. വെള്ളം വീണ സ്റ്റാച്ചു അന്വേഷിച്ചല്ല വരണേ. ആ വെള്ളത്തിന് പ്രത്യേക ഒരാളെന്നെ പറഞ്ഞു. വെള്ളം വീണില്ല. അത് ഞാൻ അവിടെ ആ ഒരു കള്ളി ഒഴിഞ്ഞു എടുക്കുക. അപ്പൊ അതിൽ എന്തുട്ട് ചെയ്യണ്ടെന്ന് ആലോചിച്ചിട്ട് പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചത്. അങ്ങനെ പിന്നെ ഇങ്ങനത്തെ ചെടികളുണ്ട്. കാരണം ഇൻഡോർ എന്ന് പറയുമ്പോ ഇത് ഞാനേ ഇത് ഒറിജിനലാന്ന് വിചാരിച്ചേ. ഇനി ഇതല്ല കേട്ടോ, വേറെ കുറെ ചെടികൾ ഞങ്ങൾ കണ്ടു അകത്ത്. അപ്പൊ ഒറിജിനൽ ആണെന്ന്, ശരിക്കും ഒറിജിനൽ ഇലയൊക്കെ തൊടുമ്പോഴേ നമുക്ക് ഇതിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. ഇതിലിപ്പോ തനി പക്ക ചൈന വരുന്നുണ്ട്. അത് വ്യത്യാസമുണ്ട്. ഇതിന് കൂട്ടുന്ന മെറ്റീരിയലിന് വ്യത്യാസമുണ്ട്. ഇത് ശരിക്കും നമുക്ക് ആ ഫീൽ ചെയ്യും. മറ്റേതൊരിക്കും മരവരത്ത് ഇരിക്കും. ഇതിന്റെ പനയുടെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അത് വരാതെ പോലെ കറക്റ്റ് ആയിട്ട് വരും. ഭയങ്കര സാധനമാണ്. ഇതിങ്ങനെ വെച്ചിട്ട് മണ്ണിട്ട് ചട്ടിയിലേക്ക് കാണാനായിട്ട്. ഇത് വിരിക്കണെങ്കിൽ ഇങ്ങനെ വളച്ചു കഴിഞ്ഞാൽ കമ്പിയാണ് അതിൻ്റെ ഉള്ളില് വിടർന്നിരുന്നോളും. ഇതിനെത്ര അത് വലിയ വിലയൊന്നുമില്ല. എന്റെ റേറ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതിന് 750 രൂപ വരുന്നുള്ളൂ.
അപ്പൊ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ അങ്ങനത്തെ കുഞ്ഞന്മാരൊക്കെ കുറച്ചുണ്ട് മുകളിലുണ്ട് ടി വി സ്റ്റാൻഡുമിലൊക്കെ വെക്കാനായിട്ട് നല്ല സാധനങ്ങളുണ്ട്. പിന്നെ ഡോറുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഡോറുകൾ കാണിക്കണ്ടല്ലോ, വെറുതെ ഒന്ന് ഓടിച്ച് കാണിക്കാൻ വേണമെങ്കിൽ സ്റ്റീൽ ഡോറുകള്. നമ്മള് വന്ന വശം തന്നെ നമ്മുടെ കണ്ണുടക്കിയ ഒരു ഡോറാണ് അത് കേട്ടാ. ഞാൻ ആ ഡോർ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആട്ടോ. അത് ഇത്തിരി കോസ്റ്റ്ലി ആണ്, പക്ഷെ ഇത്തിരി ട്രെൻഡിങ് അത്. എന്തൊരു ഭംഗിയല്ലേ ഡോറ് കാണാൻ. ഒരു ഹാൻഡിക് സ്റ്റൈലാണ് അത്. വിലയുണ്ട്. ഇതിന്റെ ലോക്കന്നെ നോക്കിയല്ലേ. 1/10 ഡോറാണ്. ഇതിന് ഏകദേശം ഒരു 70,000 താഴെ, 68-70 വരും ഇതിന്, ഈ ഡോറിന്. ഇതിന്റെ 1.20 വരുമ്പോ 1 ലക്ഷം താഴെ വരും. കുറെ മോഡലുണ്ട്, 10 മോഡലുണ്ട്. അപ്പൊ ഡോറുകൾ കാണിക്കലല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഉദ്ദേശം. ഇന്റീരിയർ ഡെക്കറേഷന് പറ്റിയ സാധനങ്ങൾ കാണിക്കലാണ്. അത് കൂടുതൽ മുകളിലുള്ള കേട്ടോ. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം. ഈ ലൂവേഴ്സ് മുഴുവൻ നമുക്ക് കിട്ടും. ഇതൊക്കെ നമ്മുടെ ഇന്റീരിയറിന് ചില കളറിൽ എടുത്തിട്ട് ഇതുപോലെ സെറ്റ്, ഇതുപോലെയല്ല പല രീതിയിലും സെറ്റ് ചെയ്യും. പലരും പല ഐഡിയയിലും ചെയ്ത്. സ്ക്വയർ ഫീറ്റ് കണക്കാണ് വില അല്ലേ? നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇതിലത്തെ നമ്മളുടെ ഹോളിനെ യോജിച്ച് നമ്മുടെ കളർ ടോൺ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു കളർ ടോൺ നമ്മൾ മൊത്തം ഒരു തീം നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും നമ്മുടെ വീട് മൊത്തം ഇന്റീരിയർ ചെയ്യുമ്പോൾ. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക, പല 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 കളറുകൾ കൊണ്ടുവരുന്നതിനേക്കാളും. അപ്പൊ നമ്മളുടെ ഹോളിന്റെ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഉൾഭാഗത്തെ കളർ ടോൺ ഏതാണ് തീം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ഏത് ഭാഗമാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെറ്റിക്ക് ഇടുന്ന ഭാഗമാണോ അല്ലെങ്കിൽ ടി വി യൂണിറ്റിന്റെ ഭാഗമൊക്കെ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അവിടെ ഞാൻ ഇതുകൊണ്ട് പാനലിങ് ചെയ്തിട്ട്. ഇതിപ്പോ ഇങ്ങനെ മാത്രമല്ല, ഇത് ചിലവർ ഇങ്ങനെയൊക്കെ കൊടുക്കും. പല ഡിസൈനും പല പോലെ കൊടുക്കും. അതായത് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് PVC ആണ് മെറ്റീരിയൽ അല്ലേ? WPC വുഡ് പോളിമർ കോമ്പോസിറ്റ്. WPC ഇതൊരു കാലത്തും നശിക്കില്ല, കത്തില്ല, വളയില്ല, പിരിയില്ല, ചെതലില്ല, ഒന്നുമില്ല. വുഡിന്റെ പാനലിങ് ചെയ്യുമ്പോ ചെതലാണല്ലോ ഇപ്പോഴത്തെ. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിരിഞ്ഞോക്കണ്ടതല്ലേ. അപ്പൊ അധികം ഇപ്പൊ നല്ല രസമായിട്ട് തോന്നുള്ളൂ. ഇടയ്ക്ക് പൊടിയൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് തുടക്കണം. സ്ക്വയർ ഫീറ്റ് അല്ല, പീസ് റേറ്റ്. അത് 9.5 അടി ഹൈറ്റ്, 6 ഇഞ്ച് വീതി, 4.25 സ്ക്വയർ ഫീറ്റ് വരും. അതിന് ഏകദേശം ഒരു 750-800 രൂപ. അത് പലർക്കും മാർക്കറ്റിൽ ഇപ്പം ഞങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റംസാണ്. ഇപ്പൊ ചൈന വന്നാണെങ്കിൽ, ചൈന വന്നപ്പോൾ കോസ്റ്റ് കുറഞ്ഞു. പക്ഷെ അത് ഭയങ്കര തിന്നായിരിക്കും. 650 രൂപ, 500 രൂപയ്ക്ക് സാധനം വരാൻ തുടങ്ങി. ഭയങ്കര കനം കുറവായിരിക്കും. ഇത് ശരിക്കും വ്യത്യാസം നമുക്ക് എടുത്തു നോക്കി അറിയാൻ പറ്റും. നല്ല ഹെവി മെറ്റീരിയലായിരിക്കും. ഓസ്ട്രേലിയൻ ബേസ് ചെയ്ത സാധനങ്ങൾ നല്ല സാധനങ്ങളാണ്. ഇന്ത്യൻ പ്രൊഡക്റ്റും വരുന്നത്. ഇന്ത്യൻ പ്രൊഡക്റ്റ് നല്ലതായിരിക്കും. ചൈന ഭയങ്കര കനം കുറവായിരിക്കും. ഇതുപോലെ ഇരിക്കും, പക്ഷെ പെട്ടെന്ന് വളരെ കുറവാണ്. വളരെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ പാനൽ എടുക്കുമ്പോഴും ചൈനീസ് പാനൽ എടുക്കുമ്പോഴും വെയിറ്റ് എടുക്കുമ്പോൾ 1 കിലോന്റെ വ്യത്യാസം ഉണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനത്തെ കുറെ മോഡലുകളുണ്ട്. അപ്പൊ ഇത് ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. ഇതില് അത് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരെണ്ണം ഇവിടെ വെറുതെ ഒരെണ്ണം ഇങ്ങനെ ഒരു ഡെമോ പോലെ ചെയ്തേക്കണതാണ്. ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഇതിന്റെ സെന്ററിൽ വാൾപേപ്പർ ഒട്ടിച്ചേക്കാം. അപ്പൊ ഇങ്ങനത്തെ വാൾപേപ്പറുകൾ കുറെ ടൈപ്പ് ഡിസൈൻ ഉണ്ടെന്നാ പറയണേ. കസ്റ്റമൈസ്ഡ് വാൾപേപ്പർ ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളുടെ വോളിന്റെ നീളവും വീതിയും പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിൽ പ്രിന്റ് ചെയ്ത് തരും. നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഡിസൈൻ ഏതാണെന്ന് വെച്ചാൽ വലിപ്പം അനുസരിച്ച് ജോയിൻ അറിയില്ല. ഞാൻ ഒട്ടിച്ചിട്ട് ഞാൻ തന്നെ ഒട്ടിച്ചിട്ടുള്ളത്. അറിയില്ല. അത് ഇതൊക്കെ ഞാൻ തന്നെ ഒട്ടിച്ചിട്ടുള്ളത്. പ്രൊഫഷണലെ കൊണ്ട് ഒട്ടിച്ചാൽ മതി, ഭംഗിയായിട്ട് എടുക്കും. ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനെത്ര 2,800 പ്രൈസ് ഉണ്ടാവുന്ന 2,850 രൂപ. കാലാകാലം അങ്ങനെ നിന്നോളും. ഇടയ്ക്കെടുത്ത് പൊടിയൊക്കെ ഇത് ഒരു ടാങ്കിൽ ഇങ്ങനെ 2 മുക്ക് നോക്കി എന്താ പറയാ ഒന്ന് ഉണക്കിയാൽ മതി. ഡ്രസ് മറ്റേ ഇത് ഉണക്കണ എടുത്തു കഴിഞ്ഞാൽ പൊടിയൊക്കെ പോയി. അതന്നെ, ഒന്നുമില്ല, ഒരു കംപ്ലൈന്റും ഇല്ല. ഇത് തന്നെ ഇല്ല. ഇതുണ്ട്. ഇതൊരു ബുദ്ധന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ബുദ്ധന്മാരുടെ കളിയാണ്. കാര്യം ഇപ്പോഴത്തെ ട്രെൻഡ് ബുദ്ധനാ. ഈ ബുദ്ധനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലേ അവർക്ക് ജാതിയും മതം നോക്കില്ലേ. ബുദ്ധനെ വെക്കുന്നവര് ക്രിസ്ത്യനും വെക്കും, എല്ലാവരും വെക്കും, അതില്ല. പക്ഷെ വേറെ വെക്കണത് ജാതി മതം നോക്കി വെക്കുക. ബുദ്ധന് ആ അങ്ങനെ സംഗതി ഇല്ല. എല്ലാ വീടുകളിലും വെക്കുന്നുണ്ട്. ഇവിടുന്ന് പോയിട്ടുള്ള ഒരു ഇതിനെങ്ങനെയാ വില വരുന്നേ? ഇതിന് 800 വരുന്നുള്ളൂ. ഇത് ബുദ്ധന്റെ സൈഡ് ഫേസ് എന്ന് പറഞ്ഞ സംഗതിയാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സംഗതി സൈഡ് ഫേസ്. ഓരോന്നിനും പേരുണ്ട്. ഇത് ഗോൾഡൻ ബുദ്ധ, സൈഡ് ഫേസ്. ഇത് പാറയിൽ കുത്തിയ ഒരു എഫക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഫൈബറാണ്. ഇപ്പൊ നിലത്ത് വീണാലും ഇത് പൊട്ടില്ല. ഇത് നിലത്ത് വീണാലും പൊട്ടില്ല. എങ്ങനെ വേണമെങ്കിൽ വലിച്ചു പറഞ്ഞോളൂ, കംപ്ലൈന്റ് വരില്ല. കണ്ടോ? നമ്മളത് WPC. ഇത് ചാർക്കോൾ ലോർ എന്ന് പറയും. മെറ്റീരിയൽ ചാർക്കോൾ ഷീറ്റ് എന്ന് പറയില്ല, അതിന്റെ ലൂവേഴ്സ് ആണത്.
ഇതും ഇങ്ങനെ ചുമരുമാനെ കൊടുക്കണം കുറെ ഐറ്റംസ് ഉണ്ട് ഇതുപോലെ. അതിനേക്കാളും ഭംഗിയുണ്ട് ഇതില്ല ഈ ഗോൾഡൻ ലൈൻസ് golden line ആയിട്ട് വരുമ്പോ കൊടുക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിന്റെ പേര് എന്താണെന്ന് പറഞ്ഞേ? ചാർക്കോൾ ലൂവർ ചാർക്കോൾ ലൂവർ. ഇവിടെയൊക്കെ വെള്ളത്തിന്റെ ആകെ ശബ്ദമാണ് കേട്ടാ. കാരണം അത് പല കളറിൽ 3 കളറിൽ വരും ആ മിറർ. ഇതൊക്കെ ഇപ്പൊ ട്രെൻഡിങ്. ഇത് മാത്രമല്ല ഇത് പല ഇതിൽ കിട്ടും കേട്ടോ. ട്രൈ ചെയ്ത് വേണ്ട. ഇതൊക്കെ പുറമേക്കെ നിങ്ങൾ പോയി സാധനം നിങ്ങൾക്ക് 4000-5000 വരെയുണ്ട്. ഇവിടെ 2500 രൂപയ്ക്ക് തരാം നിങ്ങൾക്ക് അയ്യോ ഈ സാധനം. അത് ഒരു 6-7 മോഡലുണ്ട്. ഓൾ ഷേപ്പ്, സ്ക്വയർ, അങ്ങനെ പല മോഡലുകളും വരുന്നുണ്ട്. അവിടെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ വെള്ളത്തിന്റെ ശബ്ദമാണ്. ഇവിടെ ആകെ ബുദ്ധന്മാര് നിറയെ വെള്ളം പ്രവഹിക്കുകയാണ്. വെള്ളച്ചാട്ടങ്ങൾ കണ്ടമാനുണ്ടല്ലോ ഇവിടെ. കാരണം ഈ വെള്ളച്ചാട്ടത്തിന്റെ ബേസിലാണ് ഇതൊക്കെ ഇതിനൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അത് ഇതുപോലെ ഇന്നലെ ഒരു കസ്റ്റമർ വന്നിട്ട് ചോദിക്കുക ഇതെന്താ ഞങ്ങൾ ക്രിസ്ത്യൻസിന് പറ്റിയതൊന്നുമില്ലേ. ഞമ്മൾ പറ്റിയതുണ്ട്. അപ്പൊ ഈ ഒരു മോഡൽ ഉണ്ടല്ലോ, ഈ മോഡല് സെപ്പറേറ്റാ വരിക. ഇതിന്റെ ഇത് ബോക്സ് മാത്രമായിട്ടാ വരിക. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഇതിലേക്ക് കൊടുക്കാം. അപ്പൊ ഇത് മാറ്റിയിട്ട് നമ്മൾ അയ്യോ അല്ലേ ഇതാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്ത്യൻസിന് ഉപയോഗിക്കാം. ഭയങ്കര രസമാണ്. ഈ കുരിശിന്റെ പുറകിൽ വെള്ളം വരുന്ന സീനില് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അത് അടിയിൽ നിന്ന് എടുത്ത് കറക്റ്റായിട്ട് വീഴും. ഇതിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും പുല്ലൊക്കെ കൊടുത്ത് ചോദിക്കുമ്പോൾ ഭയങ്കര എഫക്റ്റായി. ഉപ്പുകൂടിൻ്റെ അടുത്തൊക്കെ വെക്കാൻ പറ്റിയ സാധനമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു മാതാവിനെ കൂടി ഇവിടെ അറേഞ്ച് ചെയ്തു. ഇപ്പം അത് വേണ്ട, മാതാവിനെ കൂടി ഇരുന്നോട്ടെ. മാതാവ് നമുക്ക് വേണ്ടാണല്ലോ. അപ്പോൾ എല്ലാവർക്കും വേണം. അപ്പോൾ അവർ ചോദിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഐഡിയ, ബുദ്ധൻ മാത്രം പോരാ എല്ലാം വേണ്ടതെന്നുള്ളത് എനിക്ക്. ഇതും വെള്ളത്തിൻ്റെ ബേസിൽ ഇരിക്കുമ്പോൾ അതിന് പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ അകത്തിനൊക്കെ ഭംഗിയാക്കാനായിട്ടും ഒരു ബുദ്ധൻ മാത്രല്ല കേട്ടാ, ഗണപതി ഉണ്ട്. ഇത് നമുക്ക് വാങ്ങിച്ചാലോ ചേട്ടാ? ആ അടിപൊളി സാധനം അത് അല്ലേ. ഇനി വെള്ളച്ചാട്ടം ഇല്ലാണ്ട് വെറുതെ ബുദ്ധനെ മതി എന്നുള്ളവർക്ക് അതിന് പറ്റിയതുണ്ട്. അതിങ്ങനത്തെ കുറെ ബുദ്ധന്മാര് ഓരോന്നിനും ഓരോ പേരുണ്ടാവൂലേ. ആ ഈ പൂവൻ പിടിഭംഗിയാണ്. അത് ബജ്ജായിട്ട് വരും, ഒരു കെട്ടായിട്ട് വരും. ആ ചെടി അതൊക്കെ കാണിച്ചോളൂ. ഇതിലെ ഏറ്റവും ഫേമസ് ആണ് ഹാൻഡ് ബുദ്ധ. കണ്ട കയ്യില് ബുദ്ധ ഇരിക്കാത്, ഒരു കയ്യിന്റെ ഉള്ളിലാണ് ഈ ബുദ്ധ ഇരിക്കുന്നത്. കണ്ട അത് ഭയങ്കര ഫേമസാണ് ഹാൻഡ് ബുദ്ധ എന്നാണത്. ഇപ്പൊ ഈ ബുദ്ധന്റെ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, ഇത് ഗോൾഡൻ ആക്കി തരാം, വൈറ്റ് ആക്കി തരാം. ഏതാ കളർ പറഞ്ഞാൽ കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ബുദ്ധൻ വേണ്ടാന്നുള്ളവർക്ക് അങ്ങനത്തെ സാധാരണ മോഡലുകൾ ഉണ്ട് കേട്ടാ. ഇതുപോലെ ഇങ്ങനെ വെള്ളം വീണത് നമ്മുടെ അവിടെ ഈ മറ്റേ ഫ്രണ്ടില് പോകണ്ടല്ലേ, അതിൽ കുടത്തിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം വീണില്ലേ. അതെ, അവിടെ ആണെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ബുദ്ധനെ വെക്കാം. അതിന്റെ മുകളിൽ വേണ്ട, അതിപ്പോ തൽക്കാലം ഒരു കുടത്തിന്ന് വീഴുന്നുണ്ട്. നമുക്ക് ബാക്കിലത്തെ ഫിഷ് ടാങ്കിൽ വെക്കാം. ഇത് നമ്മുടെ ആ ഊണുമേശയില്ലേ, അല്ല ഊണുമേശയല്ല, വെക്കാം. ഊണുമേശയുടെ അവിടെ തന്നെ ഗ്രില്ല് ഇത് വെച്ചില്ലേ, അതിന്റെ ഇടയിൽ ഓരോന്ന് വെക്കാം. അത് ഊണുമേശയുടെ സെന്ററിൽ ഇതിങ്ങനെ വെക്കാം. ഗ്ലാസിന്റെ എനിക്കിതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ചെടികളാ. ഞാൻ അത് ഒറിജിനലാന്ന് വിചാരിച്ചു. ഇലയമ തൊടുമ്പോഴായാലും നമുക്കേ ഇലയമ തൊടുമ്പോഴും നമുക്ക് തോന്നും ഒറിജിനൽ ആണെന്ന്. ശരിക്കും നോക്കി ഇത് നോക്കിയേ, അയ്യോ ഇതൊക്കെ വേരിപ്പ് പൊട്ടി പോരാവോന്ന് തോന്നുന്നു. സോഫ്റ്റ് ആയിട്ടുള്ള വേര്, പ്ലാസ്റ്റിക് ആണ് ഇതൊക്കെ. വീടിന്റെ ഇന്റീരിയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഉള്ളില് ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് അത് വെയിൽ കൊള്ളിക്കണം. പിന്നെ നന കൂടിയ പ്രശ്നമാണ്, കുറഞ്ഞ കുഴപ്പമാണ്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നമില്ല ഇങ്ങനത്തെ വെക്കാണ്. ഓ അത് അതിനേക്കാളും ഭംഗിയുണ്ട് പൂവ്. ആ എന്തൊരു ഭംഗിയാ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതെ 680 രൂപയുള്ളോ? അത് ശാന്തി പൂവിന് മാത്രാണ്, ഇതിനില്ല അല്ലേ? വെള്ള ഇഷ്ടായി അതിനേക്കാളും. എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഇതൊരു സ്പെഷ്യൽ വെള്ളച്ചാട്ടാട്ടോ, അതെടുത്തോളൂ. ആ ഇതാണ് ചേട്ടാ നമ്മുടെ ഫിഷ് ടാങ്കിന് പറ്റുക. ബാക്കിലത്തെ ഫിൽട്ടർ ചെയ്തിട്ട് വെള്ളം ടാങ്കിലേക്ക് തന്നെ വന്ന് ഇങ്ങനെ വീണോളും. ഇതും ഈ ലാസ്റ്റ് കപ്പർ കണ്ടില്ലേ? അതെ, ഞാൻ ഓരോ ഐറ്റം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇപ്പൊ താഴെ നമ്മൾ ഫേസ്ബുക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഈ ചൈനക്കാർ വന്നിട്ട് 2 സെക്കൻഡ് കൊണ്ട് ചുവരൊക്കെ കണ്ട് പതിച്ച് ഭംഗിയാക്കും. കണ്ടണ്ട അതുപോലെ ഐറ്റം ഈ സാധനം ഇവിടെ ഒട്ടിച്ചിട്ടുള്ളത്. കണ്ട ഇത് ടൈലല്ല,
ആ ഇത് ടൈലല്ല കണ്ടത്, ഈ ഷീറ്റ്. അത് ഈ ഷീറ്റ് വാങ്ങുക, ഒട്ടിക്കുക. വെള്ളമായാലും കുഴപ്പമില്ല, ഒന്നും വേണ്ട. അപ്പൊ ഇത്തിരി മോശമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ടൈലൊക്കെ ഡർട്ടി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ടൈൽ ഒട്ടിച്ച് പൈസ വേണ്ട, ഇത് വാങ്ങിയത് ഒട്ടിക്കുക. ഇത് ഒട്ടിച്ചാൽ മതി. ഇപ്പൊ ഇഷ്ടം പോലെ ഈ ഫേസ്ബുക്ക് ഒക്കെ എടുത്തെങ്കിൽ ഇതിന്റെ പരസ്യങ്ങൾ ഉള്ളൂ ഇപ്പൊ ഈ സാധനത്തിന്. ഒന്നും കാര്യമൊന്നുമില്ല. 250 രൂപ ഷീറ്റായി, ഒരു മീറ്റർ 250 രൂപയായി ഇതിന്. ഈ സാധനം ഒട്ടിച്ച് ഒരു കാലത്ത് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് തുടയ്ക്കാം, എന്ത് വേണേലും ചെയ്യാം, എല്ലാം ചെയ്യാം. ഇത് ഇവിടെ മാത്രം ഇത് വേണ്ട, ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാ. ഈ സാധനം ഒട്ടിച്ചിരിക്കുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് ഈ ഭാഗത്തെ കാര്യങ്ങൾ അവസാനിച്ചുകൊണ്ട് കണ്ട. ഇനി നോക്കും മുകളിലേക്ക് നോക്കി, സീലിംഗ് നോക്കും. ഇപ്പുറത്ത് ആ സീലിംഗ് കൊടുത്തിട്ടുള്ളതാണ്, സീലിംഗ് ആണത്. അടിപൊളി സീലിംഗിന് വേണ്ടി ആ സീലിംഗ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കൊത്തുപണികളൊക്കെ എടുത്തൊരു സീലിംഗ് ഉണ്ടെങ്കിൽ രൂപത്തിൽ വേണം. 5 മിനിറ്റ് കൊണ്ട് സീലിംഗ് കഴിഞ്ഞു കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് സീലിംഗിന്റെ പരിപാടി കഴിഞ്ഞു. ഇതിങ്ങനെ സൂത്രപ്പണിയിൽ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും. നമുക്ക് ഇന്റീരിയറൊക്കെ സൂപ്പർ ആക്കാൻ പറ്റും. ഇതുപോലത്തെ കാര്യങ്ങൾ കുറച്ചുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാസ്കേഡ് ടാങ്ക് എന്ന് പറയും. കാസ്കേഡിന്റെ ടാങ്ക് അത് നമ്മളെ ഇതിന്റെ ഉള്ളിൽ ടാങ്കാ, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടാങ്ക് വരെ ഇതിന്റെ ഉള്ളിൽ. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കാസ്കേഡ് ടാങ്ക് എന്നാ പറയുന്നത്. ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കുക. ഇതിപ്പോൾ നമ്മൾ പെറ്റി അടിച്ചിട്ടുള്ളതാണ്. വീടുകളിലാണെങ്കിൽ അത് നമ്മളെ ഈ കൺസീലിൽ ഇത് വരില്ലേ, എന്താ പറയാ, ക്ലോസറ്റിന്റെ കൺസീലിൽ പുഷ്പട്ടം കണ്ടല്ലേ, അതേമാതിരി വെക്കുന്ന ടാങ്ക് അതിൻ്റെ ഉള്ളിൽ. അതിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുക, അടിയിൽ മോട്ടോർ വെച്ചിരിക്കും. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് ശരിക്കും ഔട്ട് സൈഡ് ഭയങ്കര രസാ. ഇതിൽ നിന്ന് വെള്ളം വന്നിങ്ങനെ പുഴമാരി ഇതിങ്ങനെ ഇതുപോലെ ചെയ്യണ വിധത്തിലാക്കാൻ പറയാം. വെറുതെ ഫിൽറ്റർ ചെയ്ത് വെള്ളം വീണതിന് പകരം ഇങ്ങനത്തെ ഒരു വെക്കുന്നുണ്ട്, ആൾക്കാർ വെക്കുന്നുണ്ട്. അത് കാണാൻ ഭംഗിയാ. ഇത് പറയാൻ മറന്നു ഞാൻ. ഇത് നമ്മൾ ഇതൊക്കെ കണ്ട കൂട്ടത്തിൽ ഇതിനെ കുറിച്ച് പറഞ്ഞില്ല. ഇത് ഭയങ്കര ഭംഗി ഇത് കാണാട്ടാ. ഇത് വലിയ വിലയൊന്നുമില്ല. ഒരു 50 പീസിന് ആകെ എത്ര 250 രൂപ കൊടുത്ത് കിട്ടും ഒരു പീസിന്. 50 ഇത് ആകെ അധികം 10 പീസ് 12 പീസൊക്കെ ഉള്ളത്. ഫുള്ള് കവർ ചെയ്ത് കിട്ടിയില്ലേ. ചെറുത് 50 50 ന്യൂട്ടറിന്റെ 50 സെന്റിമീറ്റർ 50 രൂപ. 40 അതായത് ഒരു സ്ക്വയർ ഫീറ്റ് 60 2 സ്ക്വയർ ഫീറ്റ് ആയി. 1.5 സ്ക്വയർ ഫീറ്റ് വരും. അപ്പൊ ഒരു 250 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കിടക്കും. 250 അത്രേ വരുന്നുള്ളൂ. അത് വെറുതെ ഒന്നുമില്ല, അതൊരു ഫലം മാറിയ വെറുതെ ഞാൻ ഇട്ടാൽ മതി. ഒട്ടിക്കലും പിടിക്കലും വേണ്ട, സിമ്പിളായിട്ട്. ഇത് അതുപോലെ തന്നെ ഇത് വരുന്നുണ്ട്. ഇതിങ്ങനെ ചുമരുമ്പോ ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ? എന്തൊരു ഭംഗിയാ. ഇതിലേ ഏറ്റവും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ബുദ്ധത, നല്ല രസമാണ്. ബ്ലാക്ക് സ്റ്റൈൽ ഇങ്ങനെ വെച്ചിട്ടുള്ളതല്ലേ, ഇതെല്ലാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ബുദ്ധ. ഡിമാൻഡും ഇത് തന്നെയാണ്. ഇത് വെള്ളമൊന്നും ഓണാക്കിയിട്ടില്ല, വെള്ളം ഓണാക്കിയിട്ടില്ല. വെള്ളം ഇങ്ങനെ വീഴുന്നത് തന്നെ അവിടെ കണ്ടില്ല. അതുപോലെ തന്നെ വെള്ളം ഇങ്ങനെ വീഴും. ഏറ്റവും ഡിമാൻഡുള്ള സാധനം ഇതിന്റെ പേര് ബ്ലാക്ക് ബുദ്ധ. ഞാൻ ഇട്ടും കൂടെ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് പുതിയൊരു സെക്ഷനിലേക്ക് കിടക്കാം. കാരണം സാധാരണ നമ്മളിപ്പോൾ വെള്ളച്ചാട്ടവും പുല്ലും കാര്യങ്ങളൊക്കെ അല്ല കണ്ടേ. ഇനി ഇതൊക്കെ വെറൈറ്റി സ്പെഷ്യൽ സെക്ഷനാണ്. ഇപ്പോൾ അതായത് ഇന്ത്യയിലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡുകൾ അതൊക്കെ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയത് ഞങ്ങളുടെ ഇത് ചാർക്കോൾ പാനൽ എന്ന് പറയുന്നത്, ചാർക്കോൾ ഷീറ്റ്. നമ്മളവിടെ ചാർക്കോൾ പാനലും ഉണ്ട്. ഇത് ചാർക്കോൾ ഷീറ്റ് രൂപത്തിൽ വരുന്നുണ്ട്. ഈ ഷീറ്റ് നിറച്ച് ഇങ്ങനെ കൊടുക്കുക, സോഫയുടെ പുറകിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ചുറ്റും ലൂവറൊക്കെ കൊടുത്ത് എങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത് 100 കണക്കിന് ഡിസൈനിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ സാധനം. ഇപ്പോൾ ഇതൊക്കെ ചുമരുമ്പോ ചെയ്യണതാണ്. ഇപ്പൊ മറ്റേ പാനൽ നമ്മൾ ഒരു ഉടനെ ചുമരുമ്പോ ആകെപ്പാടെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് വുഡൻ പാനലിംഗ് ആണ്. പിന്നെ സ്റ്റോൺ ക്ലാഡിങ് പിന്നെ ചെയ്യാറുണ്ട്. ഇനിയിപ്പോ അതിന്റെ ഒക്കെ ഇപ്പൊ ട്രെൻഡ് മാറി. ഇനിയിപ്പോ ഇത് കണ്ട ഇതുപോലത്തെ സാധനങ്ങളാണ് ഇപ്പൊ മുഴുവൻ ചുമര് ഓരോ മൊത്തം ഒരു വോള് മൊത്തമൊക്കെ ഇങ്ങനത്തെ ഭയങ്കര ഭംഗിയായിരിക്കും. ഒരിക്കലും കളർ പിന്നീട് കളർ ചെയ്യേണ്ട കാര്യമില്ല, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കണ്ടോ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് അത്. 8:2 ഒരു പീസ്. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനാണ് വലിപ്പം ഉണ്ടാവും. 8:2 പീസിന് വരുന്ന ഏകദേശം ഒരു 3000 സംതിങ് വരുന്നുണ്ട്. 8:2 പീസ് എന്ന് പറയുമ്പോൾ 16 സ്ക്വയർ ഫീറ്റിന് അത്ര വരണുള്ളൂ. പിന്നെ ഇത് 3D പാനൽ. നമ്മളവിടെ PVC 3D പാനലുണ്ട്. ഇത് PVC അല്ല, അത് വേറെ മെറ്റീരിയലാണ്. ഇത് ചാർക്കോളിനാണ്.
ഈ സാധനത്തിന് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അല്ല മൊത്തം അടിച്ചാൽ മതി. ഇപ്പൊ ഇതുപോലെ ബേസ് കൊടുത്തിട്ട് ഇപ്പൊ സെറ്റിയുടെ പുറകിലൊക്കെ ഇതുപോലെ ബേസ് കൊടുത്തിട്ട് ഇത് ഫുൾ റേഞ്ചിൽ അടിക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. ഇത് കുറെ മോഡലിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് മാത്രമല്ല പല മോഡലുകളിലും ഈ സാധനം അവൈലബിളാ. കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസം ഉണ്ടായിരിക്കും കാണാനായിട്ട്. പിന്നെ വരുന്നതാണ് സാധാരണ മാർക്കറ്റിൽ അധികം ആളുടെ അടുത്ത് ഉണ്ടാവില്ല, ഇറക്കിയിട്ടില്ല. അത് ഇത് ഒറിജിനൽ സ്റ്റോൺ ആണത്, ആർട്ടിഫിഷ്യൽ അല്ല. അത് വിനീറാണത്. ഈ വിനീറും ഇതുപോലെ തന്നെ നമ്മൾ ഈ ലിവിംഗ് റൂമിലൊക്കെ പുറകിൽ ഒട്ടിക്കുക, ഫുള്ള് ഒട്ടിച്ച് വെക്കാം. പിന്നെ ഇത് ഒരു പാറയുടെ ഫീൽ ഉണ്ടാക്കുന്ന സാധനം, പി സ്റ്റോൺ എന്ന് പറയും. പക്ഷെ ഇത് ഒറിജിനൽ അല്ല. ഒറിജിനൽ അല്ല, കണ്ട പാറയില്ല പാറയുടെ അതേമാതിരി തന്നെ അത് ആർട്ടിഫിഷ്യൽ. ഇത് ആർട്ടിഫിഷ്യൽ പ്യൂസ്, മറ്റത് ഒറിജിനൽ സ്റ്റോൺ. അത് സ്റ്റോൺ വിനീർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറച്ചുകൂടെ അതിന്റെ വേറൊരു കളർ. അത് ഇതൊന്നും കരിങ്കല്ലല്ല എന്ന് പറയില്ല. ഇതൊക്കെ അധികം നമുക്ക് തോന്നുന്ന എപ്പോഴാണെന്ന് അറിയും, ഈ ഷെയ്ഡിങ് ഉണ്ടല്ലോ. ഈ ഷെയ്ഡിങ് പല സ്ഥലത്ത് നിന്ന് ആംഗിളിൽ കൊടുക്കുമ്പോൾ ഇതിന്റെ ഒരു നിഴല് വരും. അങ്ങനെയാണ് ഇതിന് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഒറിജിനൽ ഇതിന്റെ എഫക്റ്റ് കിട്ടുകയും ഇത് ഇങ്ങനത്തെ തന്നെ 2-3 ടൈപ്പ്. ഈ സാധനോ ഇത് മോൾഡിങ് തന്നെയാണ് വരുന്നത്. ഇത് ഫൈബറിൽ ചെയ്യണത് തന്നെയാണ്. ഇത് എവിടെ വെക്കുക? ഇതൊക്കെ ബെഡിന്റെ പുറകില്ലേ ഇങ്ങനത്തെ കുറെ എണ്ണം ഒരെണ്ണം വയ്ക്കുള്ളൂ. അതിന്റെ ബെഡിന്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വലിയ റൂമിന്റെ ഒക്കെ അനുസരിച്ച് ജസ്റ്റ് ഒരു പീസ് ഇങ്ങനത്തെ ഓരോ പീസ്. അത് നല്ല ഭംഗിയുണ്ട്. അതെ, ഇതൊക്കെ ഫൈബർ തന്നെയാ. ഒക്കെ ഫൈബറാ. വെയിറ്റ് ഉണ്ട്. വാൾപേപ്പേഴ്സ് ഇഷ്ടംപോലെ നമ്മൾ തുടങ്ങി വെച്ചിട്ടില്ലേ. വാൾപേപ്പേഴ്സ് ഇപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. വാൾപേപ്പേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതായത് മാർക്കറ്റിൽ 1000-1200 വരുന്നത് 800-750 രൂപയ്ക്ക് തരാൻ പറ്റും. ഇത് നമ്മൾ കണ്ടില്ലേ, ഇത് WBC ആണ് മെറ്റീരിയൽ. ഇത് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് അടിക്കാൻ പറ്റും. നല്ലൊരു ഫുള്ള് വലിയ രീതിയിൽ നല്ല ഭയങ്കര രസമാണാനായിട്ട് ഈ സാധനം. അതിന്റെ തന്നെ PVC ആണ്. അതിന്റെ തന്നെ PVCD ആണ് ഇവിടെ ഇരിക്കുന്ന ഓരോ പീസുകൾ വെച്ചിട്ട് കണ്ട. അതൊക്കെ PVCയിൽ വരണം. അത് പെയിന്റിങ്, അത് ഓൾറെഡി ഇങ്ങനത്തെ പെയിന്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഏതാണ് കളർ വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതിപ്പോ എന്തോരാ ഒരു പീസ്? അത് 50 ആണ്. അതായത് ഒരു 2 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരും. അപ്പൊ അത് എങ്ങനെയാ റേറ്റ് വരാ അതിന്? അതിന് 600 വരും. അപ്പൊ നമുക്ക് എത്ര നമ്മുടെ ചുമര് എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നോ അത് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചെങ്കിൽ അത് എടുത്തിട്ട് ചെയ്യാം. ഇതിന്റെ മോഡലുകൾ ഇനി വേണം എന്നുള്ളവര് ശാന്തേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ മോഡലുകള് അതിന്റെ ഫോട്ടോസ് തരും, അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ. അപ്പൊ കുറച്ച് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളൂ എന്ന് മാത്രം. അപ്പൊ ഈ ഇന്റീരിയർ ഇത് കൂടുതലായിട്ട് ഇപ്പൊ പുതുതായിട്ട് കുറച്ച് സാധനങ്ങളും കൂടി കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. മറ്റേ പഴയ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഡോറുകള് മറ്റേ WBC അല്ലേ ഇത് ബെഡ്റൂമുകൾക്കോ അല്ലെങ്കിൽ ബാത്റൂമുകൾക്കോ വെക്കാൻ പറ്റിയിട്ടുള്ള ഡോറുകളാണ് ഇതൊക്കെ. മരത്തിന് പകരം ഇപ്പൊ ആളുകൾ മരം ഉപയോഗിക്കുന്നത് കുറച്ചു. ചെതൽ പ്രശ്നം, അങ്ങനെയുള്ള സീസൺ ഓരോ എന്താ പറയാ, വേനൽക്കാലത്തും വർഷക്കാലത്തും അതിലടയാള ബുദ്ധിമുട്ടും ചുരുങ്ങലൊക്കെ വന്നിട്ട് അപ്പോ അങ്ങനെ അപ്പൊ അതൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ മരത്തിന്റെ വേണമെങ്കിൽ അതും ഉണ്ട്. മരത്തിന്റെ ജനലുകളില്ലേ, പിന്നെ മറ്റേതും ഉണ്ട്, കട്ടലയില്ലേ ജനലിന്റെ, എല്ലാതും ഉണ്ട്. സ്റ്റീലിന്റെ ആയാലും WBC ആയാലും അങ്ങനെ കുറെ മെറ്റീരിയലുകളുണ്ട്. നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉള്ളിൽ വെക്കാൻ പറ്റിയ കുറച്ച് പ്ലാന്റ്സ് ആണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ. പിന്നെ നമുക്ക് വേണ്ടത് ഈ വെള്ളം വീണത് നിക്സന്റെ അടുത്ത് ചോദിച്ചിട്ടേ, നമ്മുടെ പ്ലംബർ ഉണ്ടല്ലോ, നമ്മളുടെ ആദ്യം നിക്സിന്റെ അടുത്ത് ഈ ഐഡിയ പറയണം. അപ്പൊ നിക്സിനെയും കൊണ്ട് വന്നിട്ട് ഇതിലത്തെ ഏതാ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ വാങ്ങി കൊണ്ടുപോയിട്ട് അത് വെക്കാൻ പറ്റിയില്ലെങ്കിലോ, അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. അപ്പൊ അത് വാങ്ങി വെച്ചിട്ട് പിന്നെ കാണിച്ചു തരാം നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കുറെ സാധനങ്ങൾ എടുക്കണം തോന്നി. പക്ഷെ കുറെ സാധനങ്ങൾ എടുക്കണമെന്നുണ്ട്. പക്ഷെ താൽക്കാലികമായിട്ട് ഞങ്ങൾ മറ്റേ ഈ ക്ലാഡിങ് ഇതിന്റെ അവിടെ സ്റ്റോൺ ക്ലാഡിങ് ചെയ്തതിന്റെ അവിടെ ഹോളില് ചെടി ഉണ്ടായിരുന്നു നമ്മള് വെച്ചിട്ടുണ്ട്. നാശമായി പോയി. പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പറഞ്ഞു. ബ്ലാക്ക് ഭംഗിയിൽ നമുക്ക് ഇത് ഇവിടെ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. പിന്നെ പൂജാ റൂമിന്റെ അവിടെ 2 സൈഡിൽ വെക്കാനായിട്ടുള്ള ചെടികൾ വേണം. അത് പിന്നെ വരാം. നമുക്ക് ഇത് വെച്ച് നോക്കിട്ട് അതിന് നോക്കട്ടെ, അപ്പൊ കാണാം. ഇതിനെ കൊണ്ടുപോവാണ്. നമ്മൾ വാങ്ങിച്ചു.